പറയുന്ന പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ഒരു വിഷയത്തിൽ പ്രതിരോധമില്ലാതെ നിൽക്കുകയാണ് എങ്കിൽ മറ്റൊരു വലിയ വിഷയം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപാധി. അവരെ സംബന്ധിച്ചിടത്തോളം അതുമായി മാത്രമേ മുന്നോട്ട് നിങ്ങളുടെ ചെറിയ വ്രണത്തിന് വലിയൊരു വ്രണം ഉണ്ടാക്കി ആ ചെറിയ വ്രണത്തെ മറച്ചു പിടിക്കുക, ആ ചെറിയ വ്രണത്തിൻ്റെ വേദന തിരിച്ചറിയാത്ത വിധത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. നോക്കൂ, നാളെ വർത്തമാന പത്രങ്ങൾ എന്തായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളിലാണ് നാളത്തെ പത്രങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളത്തെ ഈ പറയുന്ന ടെലിവിഷൻ ചാനലുകളും ഓൺലൈൻ മീഡിയ ഒക്കെ തന്നെയും ചോദ്യം ചെയ്യാനിരിക്കുന്നത്. നോക്കൂ, ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ പത്രം പോലും ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സാമ്പ്രദായികമായി പരമ്പരാഗത പത്രങ്ങളൊന്നും തന്നെയും ടെലിവിഷൻ ചാനലുകളൊന്നും തന്നെയും ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ തന്നെയും നമുക്കറിയാവുന്നതുപോലെ ഈ ഇലക്ട്രൽ ബോണ്ട് വലിയ തോതിൽ ഏറ്റെടുത്തിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളാണ്, ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്, യൂട്യൂബ് ചാനലുകളാണ്, ഒരു സിംഗിൾ ജേർണലിസ്റ്റ് നടത്തുന്ന ചില ചെറിയ ചെറിയ മാധ്യമങ്ങളാണ്. അത് വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഈ കാര്യങ്ങളൊന്നും തന്നെയും. നമുക്ക് ബൊഫോഴ്സ് അഴിമതി കേസ് വന്ന 1989 കാര്യമൊക്കെ ഉണ്ണിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. നോക്കൂ, അന്ന് ഓരോ ദിവസവും ദ ഹിന്ദു ഇറങ്ങുമ്പം ഓരോ ബോംബായിരുന്നു വീണുകൊണ്ടിരുന്നത്. നോക്കൂ, ആ നിലയിലുള്ള ഒരു ചലനമൊന്നും യഥാർത്ഥത്തിൽ ഈ സാമ്പ്രദായിക മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടിന് സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും BJP ശരിയാവണ്ണം ഭയക്കുന്നത് പോലെ അടിയിൽ കൂടെ വേറൊരു ചലനം നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കരുതുന്നത് ഈ സാമ്പ്രദായിക ടെലിവിഷൻ ചാനലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ദിനപത്രങ്ങളോ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വതന്ത്ര ജേർണലിസ്റ്റുകൾ അവരവരുടേതായ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല. ഗലി ഗലി മേം ചോർഹെ, രാജീവ് ഗാന്ധി ചോർഹെ എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ നിലയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഈ വലിയ പത്രങ്ങളിലൂടെയൊക്കെയാണ്. എങ്കിൽ ഇന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയും ഈ ഡിജിറ്റൽ മീഡിയയിലൂടെയുമാണ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കവിതയുടെ അറസ്റ്റ് പോലും ഇതിൻ്റെ പ്രീകർസറാണ്. കവിതയൊന്നും ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കാരണം BRS ഒരു സഹോദര പാർട്ടിയായി NDയോടൊപ്പം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വാർണിംഗ് സൈൻ കൊടുത്തതാവാം. വാർണിംഗ് സൈൻ അല്ല, അത് ഷെഡ്യൂൾഡ് ആണ്. കവിതയെ അറസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കെജ്രിവാളിലേക്ക് എത്താൻ കഴിയില്ലല്ലോ. സൗത്ത് ഗ്രൂപ്പാണല്ലോ യഥാർത്ഥത്തിൽ ഇത്. അപ്പോൾ പണം കൊടുത്തയാളെ അറസ്റ്റ് ചെയ്യാതെ പണം വാങ്ങിയതായി ആദ്യഘട്ടത്തിൽ കേസില്ലാത്ത ഒരാളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ സ്വാഭാവികമായും കവിതയെ ചോദ്യം ചെയ്യുകയും കവിതയെ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ വേണ്ടി വരും എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം. നോക്കൂ, പ്രാണപ്രതിഷ്ഠയോടുകൂടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമുറപ്പിച്ച NDA BJP ഇപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലാകുന്നു എന്ന് തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ CAA ഒന്നും പ്രതീക്ഷിച്ച ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നേ. മറുഭാഗത്ത് വലിയ നിലയിൽ കൺസോൾട്ടേഷൻ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിനകത്ത് ഉണ്ണി, നമ്മളെല്ലാം രാഷ്ട്രീയം പഠിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. നമുക്ക് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിൽ സഖ്യം ഉണ്ടാക്കുമെന്ന് നമ്മൾ കരുതിയോ? ഹരിയാനയിൽ, അസമിൽ, ഗോവയിൽ ഒക്കെ തന്നെയും ഗുജറാത്തിൽ ആ സഖ്യം വിപുലീകരിക്കപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് അത് അസംഭാവ്യം എന്നേ തോന്നിയിട്ടുള്ളൂ. കാരണം 2014 ഈ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിന് ബദലായിട്ടാണ്. കോൺഗ്രസ് ആണ് അതിൻ്റെ യഥാർത്ഥ എതിരാളി. പിന്നീട് BJP ശക്തി പ്രാപിക്കുമ്പോഴും കോൺഗ്രസ് വിരോധം ആ പാർട്ടിക്ക് മാറിയിട്ടില്ല. അവസാനത്തെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ MCDയിൽ പോലും കോൺഗ്രസിനെ വിഴുങ്ങിയാണ് ആം ആദ്മി വളർന്നത്. അതെ, ആം ആദ്മി പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ കോൺഗ്രസ് 15 വർഷം ഷീലാ ദീക്ഷിത്തിൻ്റെ സമയത്ത് അപ്രതിരോധ ശക്തിയായിരുന്നു കോൺഗ്രസ്. അവിടെ കോൺഗ്രസിനെ അപ്പാടെ വിഴുങ്ങി സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ BJPയെ പ്രതിയോഗിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിക്ക് കോൺഗ്രസിന് 3 സീറ്റ് ഡൽഹിയിൽ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമാണ് 3 സീറ്റ് എന്ന് പറയുന്നത്. 3 സീറ്റ് ഡൽഹിയിൽ ദാനം കൊടുത്തിട്ട് ആ പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ. അതിനെ 2 തരത്തിൽ നമുക്ക് വിശകലനം ചെയ്യാം. അതുകൊണ്ട് BJP കുറെ കൂടി ഭയന്നു എന്ന് കാണാം. രണ്ടാമത് വേണമെങ്കിൽ അറസ്റ്റ് ഭയക്കുന്ന ആം ആദ്മി പാർട്ടി ഇനി തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, ഇന്ത്യ സഖ്യം കൂടി ഒപ്പം വേണമെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. രണ്ടുമാകാം കാരണങ്ങൾ. ഞാൻ ആം ആദ്മി പാർട്ടിയെ ഒരു വിശുദ്ധ പാർട്ടിയായിട്ടൊന്നും കാണുന്ന ആളെയല്ല, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ
ഈ ഘട്ടത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിശ്ചയമായും ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്ന നമുക്ക് അടുത്ത ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കൊണ്ട് ഈ വാർത്ത കൊണ്ട് ഇന്നത്തെ ടെലിവിഷൻ അവേഴ്സോ അല്ലെങ്കിൽ നാളത്തെ ദിനപത്രത്തിലോ മാത്രമേ അവശേഷിക്കുന്നില്ലല്ലോ, തുടർച്ചയായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാമോഫ്ലാഷ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ ആരൊക്കെ പണം നൽകി, ആ പണം നൽകിയതിന് മുമ്പ്, ആ പണം നൽകിയതിന് ശേഷം ബി ജെ പി എന്തൊക്കെ തരത്തിലുള്ള ഈ ആനുകൂല്യങ്ങൾ, മദ്യനയത്തിൽ കാണുന്നതിനേക്കാൾ വലിയ ആനുകൂല്യങ്ങൾ ബി ജെ പി ഇലക്ട്രൽ ബോണ്ടിൽ സംഭാവന നൽകിയിട്ടുള്ള കമ്പനികൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, അത് പുറത്തു വരികയോ അല്ലെങ്കിൽ അതിനെ കാമോഫ്ലാഷ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. എനിക്ക് Meet the editors.